ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒനിയൻ പൊറോട്ടയാണ്. നമ്മുടെ ഉള്ളിയുടെ ഇലയില്ലേ, അത് വെച്ചിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 2 ബഞ്ച് ഉള്ളിയില എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ബൗളിലോട്ടത് മാറ്റാം. അതിനുശേഷം അതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. പിന്നെ അതിലേക്കൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ ഉള്ളിയിലയും മുട്ടയെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് നമുക്ക് കിട്ടണം. ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാനിവിടെ 250 ml കപ്പിൽ 2.5 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുഴച്ച് നോക്കാം. കുഴച്ച് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരുവം കറക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം കൂടെ നനച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കുഴച്ചപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിലത് കുഴച്ചെടുത്തിരിക്കുന്നത്. പൊറോട്ടയുടെ അതേ ഒരു ടെക്സ്ചറിലാണ് നമ്മളിപ്പം ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇനി നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഇതുപോലെ കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റുക. ഇനി നമുക്കതിനെ ഓരോ ബോൾസ് ആയിട്ട് എടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോരോ ഉരുളകളായിട്ട് നമുക്ക് അതെല്ലാം എടുക്കണം. ഇപ്പം എല്ലാം ഒരേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയ്ക്ക് പിടിക്കുന്ന പോലെ തന്നെ ബോൾസ് ആയിട്ട് ഇതുപോലൊന്ന് എടുക്കുക. അതിൻ്റെ അടിഭാഗം ഒന്ന് ചുരുട്ടി അടിയിലോട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ബോൾ പരുവത്തിൽ കിട്ടും. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഇട്ടൊന്ന് റൗണ്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ ബോളുകളും നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാം ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി. നമ്മൾ മുട്ട ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല മയമാണ്. ഇനി ഒരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം, അത് വെജിറ്റബിൾ ഓയിലാണ്, ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ബട്ടറാണ്. ബട്ടറും ഇതുപോലെ ഉരുക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ബാറ്ററാണ് നമ്മൾ ഈ പൊറോട്ട പരത്തത്തില്ലേ, അതിൻ്റെ മുകളിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല മയവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലേവറും കിട്ടും അതിനാണ് ഇതുപോലെ നമ്മൾ മൈദാപ്പൊടിയിൽ ഇത് രണ്ടും കൂടെ മിക്സാക്കി ചെയ്യുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അതിനായിട്ട് സ്വല്പം മൈദാപ്പൊടി ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ അതിനെ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ നീളത്തിൽ പരത്തിയെടുക്കണം. റൗണ്ടിലല്ല, നീളത്തിലാണ് നമ്മളിതുപോലെ പരത്തിയെടുക്കുന്നത് കേട്ടോ. ഒത്തിരി നീളം വേണ്ട, ഒരു മീഡിയം ലെവലിൽ ജസ്റ്റ് ആ ബോളൊന്ന് നമ്മൾ കറക്റ്റായിട്ട് പരത്തിയെടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി അതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്ററില്ലേ, ബട്ടറും അതുപോലെ തന്നെ ഓയിലും മൈദയും കൂടെ മിക്സ് ചെയ്ത ബാറ്ററാണ് ഞാനിപ്പം തേച്ച് കൊടുക്കുന്നത്. അത് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കുക. ഇനി ആ സെൻറ്ററിലും ഇപ്പോൾ ഇതുപോലെ ആ ബാറ്റർ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മുടെ നെയ്യും അതുപോലെ തന്നെ മൈദ എല്ലാം കൂടെ മിക്സാക്കിയ ബാറ്റർ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനെ ഒന്നും കൂടി ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി ഇതിനെ നമുക്ക് നല്ലതായിട്ടൊന്ന് വലിച്ച് നീട്ടണം. കൈകൊണ്ട് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലതായിട്ടത് നീണ്ടു വരും. ഈ സമയത്ത് നമ്മൾ പരത്തിയെടുക്കേണ്ട, ജസ്റ്റ് കൈകൊണ്ട് നീട്ടിയെടുത്താൽ മതി. ഇതുപോലെ കണ്ടേ, ഈ ഒരു പരുവത്തിൽ നമുക്കിപ്പം നീണ്ടു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ റോള് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് റോള് ചെയ്തെടുക്കുന്നത്. റോള് ചെയ്തെടുത്ത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഇതുപോലെ നമ്മൾ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു പൊറോട്ടയുടെ ഷേപ്പിൽ നമുക്കത് കിട്ടിയിട്ടില്ലേ. പൊറോട്ട അടിക്കുന്ന പോലെ നമ്മൾ അടിക്കുകയൊന്നും വേണ്ട.
ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. കറക്റ്റ് റോളായിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരെണ്ണം കൂടെ ഞാൻ അതേ സെയിം പ്രോസസ്സ് കാണിക്കുന്നതേ ഉള്ളൂ. ആ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലും കുറച്ച് ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ അതിനെ ഒന്ന് നീട്ടിയെടുക്കുക. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് നീണ്ടു വരും. അതിനുശേഷം അതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് പൊറോട്ടയുടെ അതേ ലെയർ പോലെ തന്നെയാണ് നമുക്ക് ഇതും റെഡിയായി കിട്ടുന്നത്. എല്ലാ ബോൾസും ഞാനിപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് ഇല്ലേ, അതൊന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കണം. ഇതൊരു കുറച്ചുകൂടെ ലെയർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ ഇവിടം കൊണ്ട് നിർത്തിയിട്ട് നമുക്കിതുപോലെ പരത്തിയിട്ട് ചുടാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നീട്ടി ഒന്നും കൂടെ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പേ ഫോൾഡ് ചെയ്തില്ലേ, ആ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ച് ബാറ്റർ ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. ഒന്നും കൂടെ ഒരു ബാറ്റർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലെയർ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിനെ ഒന്നും കൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. മുമ്പേ ചെയ്ത അതേ മോഡലിൽ തന്നെയാണ് റോൾ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ എപ്പോഴും ഇങ്ങനെ അടിയിലോട്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. കണ്ട ഈ സമയത്ത് തന്നെ നമുക്ക് ലെയറുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇപ്പോൾ പരത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് പൊറോട്ടയൊക്കെ ചുടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ സ്വല്പം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഒനിയൻ പൊറോട്ട ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 സൈഡും നമ്മൾ ചപ്പാത്തി മറിച്ചിടുന്ന പോലെ തന്നെ മറിച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഒരു സ്വല്പം നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 സൈഡും ഒരേപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കാം. ഈ ഒനിയൻ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു ഉള്ളിയുടെ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് കാണാനും അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാലോ. കണ്ട് ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല മയവുമാണ്. നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ലെയറായിട്ട് നമുക്ക് ഇളകി വരുന്നതാണ്. ഇനി ഇതിപ്പോൾ ഞാനൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ ലെയർ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കറി കൂട്ടി കഴിച്ചാലും അടിപൊളിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. ബൈ.